ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡിൻ്റെ താഴെ ഞാനൊരു കച്ചവടം നടത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ഒരു 18-19 വയസ്സൊക്കെ ആയിരിക്കാം. എന്നുവെച്ചാൽ ബാല്യവും കൗമാരവും അതൊക്കെ ഇടകലർന്ന് നിൽക്കുകയാണ്. ഒരു ആൺകുട്ടിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് എന്ന് പറയാം, എന്നാൽ അല്ല എന്ന് ചോദിച്ചാൽ അല്ല. അങ്ങനെയുള്ളൊരു ആൺകുട്ടിയാവാനുള്ള ഒരു പരിണാമം ആ സമയം ഒക്കെ നമുക്കൊക്കെ പലപ്പോഴും ചില നമ്മളെക്കാളും കുറച്ച് മുതിർന്ന ആളുകൾ ചില ആരാധന കഥാപാത്രങ്ങളുണ്ട്. അങ്ങനൊരു കഥാപാത്രം എൻ്റെ കടയുടെ തൊട്ടടുത്ത് ഒരു ജൗളിക്കട, ആ ജൗളിക്കടയുടെ തൊട്ട് മുമ്പിൽ ഒരു ടൈലർ, ആ ടൈലറുടെ പേരാണ് പ്രഭാകരൻ. പ്രഭാകരൻ അവിടെ ഇരുന്ന് സാധാരണ തയ്ക്കുക, അങ്ങനെ നല്ല നല്ല ഞാൻ പറയുകയാണെങ്കിൽ ഈ ഷർട്ടുകളും കാര്യങ്ങളെല്ലാം കാര്യമായിട്ട് തയ്ക്കുക. മിക്കതും അയാൾ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ചുവന്ന മാലയാണ് അയാൾ അടിച്ചുകൊണ്ടിരിക്കാറുള്ളത്. അതിങ്ങനെ ചുവന്ന മാല അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ മാല ഇങ്ങനെ താഴെ ഇങ്ങനെ കുന്നുകൂടിക്കൊണ്ടിരിക്കും. ആ കുന്നുകൂടിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ ചില പാട്ടുകളൊക്കെ പാടും. ആ പാട്ടുകളിൽ ചിലപ്പോൾ കുറച്ച് അശ്ലീലമൊക്കെ ഉണ്ടാവും. അത് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നതാണ്. ആ അശ്ലീലമൊക്കെ കേട്ട് അങ്ങനെ രസിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങനെ നിൽക്കും. എന്നാൽ ഞാനും പ്രഭാകരനും വേറെ വേറെയാണ് എന്ന് റോട്ടിൽ കൂടെ പോകുന്ന ആളുകൾക്ക് തോന്നും. എന്ന് വെച്ചാൽ സ്കൂളിലൊക്കെ പോകുന്ന പെൺകുട്ടികൾ അവരൊക്കെ പോകുമ്പോഴായിരിക്കും പ്രഭാകരൻ്റെ തമാശകൾ ഉണ്ടാവുക. അപ്പോൾ ആ തമാശകളിൽ കൂടെ ഒക്കെ കേട്ടിട്ട് എൻ്റെ ഒരു ഹീറോയാണ് ഈ പ്രഭാകരൻ. എടാ ഇന്നസെൻ്റ്, നീ എന്തെങ്കിലും മിഴിച്ചു നോക്കണേ, നിനക്കെന്താ വിശ്വാസം വരുന്നില്ലേ? അല്ല, നിന്നെ ഇത് പറഞ്ഞ് വിശ്വസിപ്പിച്ചോണ്ട് എനിക്ക് വല്ല ഗുണമുണ്ടാ? എന്നിട്ട് അവിടുന്ന് പ്രഭാകരേട്ടൻ എങ്ങനെ പോന്നു? നീ എന്താ പ്രഭാകരേട്ടനെ പറ്റി കരുതിയത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ അടി കൊണ്ട് നിലത്ത് കിടക്ക ആ പെൺകുട്ടിയുടെ ആങ്ങളമാരും അച്ഛനും അമ്മാവന്മാരും. പെൺകുട്ടിന്ന് ഭയങ്കര കരച്ചിലും. ഓ ഒറ്റയ്ക്ക് ഇത്രയും പേരെ പ്രഭാകരേട്ടൻ അടിച്ചിട്ടത്? പിന്നല്ലാതെ. പക്ഷെ ഒരു ഘട്ടത്തിൽ ഞാൻ വീണുപോയി. എന്താ, അവര് പിന്നെയും അടിച്ചോ? നശിപ്പിച്ച്. എന്താ പ്രഭാകരേട്ടാ? നീ തോക്കി കയറി വെടിവെക്കല്ലേ. ഈ എന്നെ പിന്നെയും നടിക്കേ, നല്ല കാര്യമായി. എടാ, അടിയിടിയൊന്നും കിട്ടിയിട്ടല്ല. ആ പെൺകുട്ടിയുടെ കരച്ചിൽ എന്നെ വെയിറ്റ്. ഓ, എന്റെ ഏട്ടന്മാരെ അച്ഛനെ അമ്മാവന്മാരെ അടിക്കരുതെന്നും പറഞ്ഞ കരച്ചില്. പാവം, അവിടെ വെച്ച് തന്നെ ഞാൻ കൊടുത്ത ലവ് ലെറ്റർ എനിക്ക് തിരിച്ചു തന്ന്. എന്നിട്ടെന്താ, നിനക്ക് വേണ്ടാത്ത എനിക്ക് വേണ്ടാന്നും പറഞ്ഞ് ഞാൻ ആ പ്രേമലേഖനം അവിടെ വെച്ച് തന്നെ കീറിക്കളഞ്ഞ്. അപ്പോ ആളുകൾ കൂടിയില്ലേ? എന്തിന് പ്രേമലേഖനം കീറിയതിനാ? അല്ലെന്നേ, ഈ അടിപിടി കണ്ടിട്ട് ആളുകൾ കൂടിയില്ലേ? ആളുകൾ കൂടിയില്ലെന്നാ? എടാ, ഇതിനു മുമ്പ് അമ്പലപ്പുറം ഉത്സവത്തിന് പോലും ഇത്ര ആളുകൾ കൂടിയില്ലെന്നാ അടി കണ്ടെന്നൊരു പറഞ്ഞത്. ഓ, ചേട്ടനെ സമ്മതിക്കണം. പിന്നല്ലാതെ. ചേട്ടൻ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കണമായിരുന്നു. കല്യാണം കഴിക്കേ ഈ ഞാനാ? എടാ, അങ്ങനെ ഈ പ്രഭാകരൻ കല്യാണം കഴിക്കാൻ പോയാലേ ഭാര്യമാരുടെ എണ്ണത്തിൽ ശ്രീകൃഷ്ണൻ എൻ്റെ പിന്നിലായി പോവും. അതായത് 16,000-ന് മുകളിൽ പോവും. ഏത് രാഘവൻ ചേട്ടൻ ശ്രീകൃഷ്ണോ? അതിനങ്ങേര് ഒരു കല്യാണം പോലും കഴിച്ചിട്ടില്ലല്ലോ. ഇവൻ ആരടാപ്പാ? നിനക്ക് ഈ ഒരു ശ്രീകൃഷ്ണൻ മാത്രം അറിയൂ? റേഷൻ കട അരിയെടുത്ത് കൊടുക്കാൻ നിൽക്കുന്ന ശ്രീകൃഷ്ണൻ ചേട്ടനെ അറിയാം, പിന്നെ ചായക്കടക്കാരൻ കൃഷ്ണനെ അറിയാം. അതിലാണെങ്കിൽ ശ്രീയും ഇല്ല. എടം മരങ്ങോടാ, ഞാൻ നീ പറഞ്ഞ ഈ ശ്രീകൃഷ്ണന്മാരുടെ കാര്യമല്ല പറയണേ. പിന്നെ മഹാഭാരതത്തിലെ ശ്രീകൃഷ്ണന്റെ കാര്യമോ? അങ്ങേർക്ക് 16,008 ഭാര്യമാരുണ്ടായിരുന്നു. നിന്നോടൊക്കെ പറയാമെന്ന് എന്നെ വേണം തല്ലാൻ. ചേട്ടാ, ഞാൻ ക്രിസ്ത്യാനിയല്ലേ, മഹാഭാരതവും രാമായണവും ഒക്കെ എനിക്കറിയോ. നീ എനിക്ക് ഇടക്കിടക്കിട്ടൊന്ന് ആക്കണ്ടല്ലോടാ മോനെ. സത്യമായിട്ടും എനിക്കത് അറിയില്ലായിരുന്നു. പ്രഭാകരേട്ടന് നല്ല അറിവാണല്ലേ. ഇതൊക്കെ എങ്ങനെ ഓർത്തിരിക്കണേ? ഞാനാണെങ്കിൽ ഇന്ന് ഓർത്തു വെക്കണ കാര്യം നാളെ മറന്നുപോകും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കും ഇതൊക്കെ ഓർത്തു വെക്കണമെന്ന്. പക്ഷെ എന്ത് ചെയ്യാം, ഞാൻ മറന്നുപോകും. എനിക്ക് ചേട്ടൻ്റെ അത്ര ബുദ്ധിയില്ലല്ലോ. ഈശ്വരൻ എല്ലാവർക്കും എന്നെ പോലെ ബുദ്ധിയും സൗന്ദര്യമൊക്കെ വാരിക്കോരി കൊടുക്കുമല്ലോ. ഇവരൊന്നും ഇത്ര വൈകിയത്? മാനെന്നും വിളിക്കില്ല, രണ്ടട 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 രണ്ട, മയിലെന്നും വിളിക്കില്ല. എടാടാ, കട തുറക്കണ്ടേ? ഇനി ആരൊക്കെ കാണാൻ കിടക്കണ്? തങ്കമണി, ശാരദ, മാലിനി, ദൈവമേ.